നമ്മുടെ ഗീതു ഗോവിന്ദിനെ പ്രണയ പരവശനാക്കിയിരിക്കുകയാണ്. പ്രണയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗോവിന്ദിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഗീതു. അതിലേക്കൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. നമ്മുടെ അവർണികയും നമ്മുടെ ഗീതവും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ അവർണികയും ഗീതവും തമ്മിൽ ഒരുമിച്ച് കാണുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർണിക ഗീതുവിനോട് പറയുകയാണ്, ഗീതാഞ്ജലി, ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിദ്വേഷവും പകയും എല്ലാ അമർഷവും ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ അടക്കി വച്ചിട്ട് ഞാൻ കിഷോറിനോടൊപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീതുവിന് നല്ല സങ്കടമാവുകയാണ്. ഗീതു ചോദിക്കുകയാണ്, എന്തിനാ അവർണിക നീ അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത്? അതുകൊണ്ട് എന്താ നിനക്ക് പ്രയോജനം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർണിക പറയുകയാണ്, അതെ ഗീതാഞ്ജലി, നീ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ശരിക്കും പറയുകയാണെങ്കിൽ അവനെ പോലുള്ള ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നത് വലിയ വലിയ ദുഃഖമുള്ള കാര്യമാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അതെൻ്റെ മരണമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഗീതാഞ്ജലി, എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഗീത ചോദിക്കുകയാണ്, അല്ല വർണികെ, നിന്നെപ്പോലെ ഇത്രയും ചുറുചുറുക്കും ആത്മധൈര്യവുമുള്ളൊരു പെൺകുട്ടി എന്തിനാ കിഷോറിനെ പോലുള്ള ഒരു വൃത്തികെട്ടവനെ സഹിച്ച് ജീവിക്കുന്നത്? നിനക്ക് സ്വന്തമായിട്ട് ജീവിക്കാമെന്നുള്ള ആ ഒരു തൻ്റെ ഇടമൊക്കെയുള്ള കുട്ടിയല്ലേ, എന്നിട്ട് എന്താ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവർണിക പറയുകയാണ്, നീ പറയുന്നത് ശരിയാണ് ഗീതു, ഗീതാഞ്ജലി പറയുന്നത് ശരിയാണ്. എനിക്ക് കിഷോറിനെ ഉപേക്ഷിച്ച് ജീവിക്കാനൊക്കെ പറ്റും, അത് ഈ നിമിഷം വേണമെങ്കിലും പറ്റും. പക്ഷേ എനിക്കിപ്പോൾ തടസ്സമായിട്ടുള്ളത് എൻ്റെ ഡാഡിയാണ്. അതുമാത്രമല്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും. ഈ രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് അവനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഡാഡിയെക്കുറിച്ച് മറ്റാർക്കും അറിയില്ലെങ്കിലും എനിക്കറിയാം. എൻ്റെ ഡാഡി ഗുളികകളുടെ പുറത്ത് മാത്രമാണ് ഡാഡി ജീവിക്കുന്നത്. മെഡിസിനാണ് എൻ്റെ ഡാഡിയുടെ ഹൃദയത്തെ താങ്ങി നിർത്തുന്നത്. എനിക്ക് ഇങ്ങനെ വലിയൊരു ആപത്ത് പറ്റി എന്നറിഞ്ഞാൽ, എൻ്റെ ജീവിതം ചീറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡാഡിയുടെ ഹൃദയം അതോടെ നിലച്ചു പോവും ഗീതാഞ്ജലി. അത് എനിക്ക് താങ്ങാൻ പറ്റില്ല. എൻ്റെ മമ്മി ഇല്ലാതിരുന്നിട്ട് പോലും എന്നെ ഇത്രയും കാലവും ആ ഒരു കുറവ് അറിയിക്കാതെ എന്നെ വളർത്തിക്കൊണ്ട് വന്ന എൻ്റെ ഡാഡിയെ എനിക്ക് നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ വയ്യ. അതുമാത്രമല്ല, എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്തയിലും സ്വപ്നത്തിലും ജീവിക്കുകയാണ് എൻ്റെ ഡാഡി. എൻ്റെ ഡാഡിക്കൊരു വേദന കൊടുക്കാൻ എനിക്ക് ആവില്ല. പിന്നെ അതും മാത്രമല്ല, ഇവൻ്റെ കുഞ്ഞിനെയാണല്ലോ എൻ്റെ വയറ്റ് ചുമക്കുന്നത്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ ഓർത്തിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യാമെന്ന് തീരുമാനിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീത ചോദിക്കുകയാണ്, അവർണികെ, നീ എല്ലാ കാര്യങ്ങളും അങ്കിളിനോട് തുറന്നു പറയുന്നതോടുകൂടി എല്ലാ പ്രശ്നവും തീരില്ലേ? നിനക്ക് നിൻ്റെ ഡാഡിയോട് എല്ലാം തുറന്നു പറഞ്ഞൂടെ എന്നിങ്ങനെ പറയുകയാണ്. എന്തിനാ നീ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്? അതല്ല ഗീതാഞ്ജലി, എല്ലാം ഞാൻ തുറന്നു പറയാമെന്ന് പലവട്ടം ആലോചിച്ചതാണ്. പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെയായിരിക്കും നഷ്ടം, എൻ്റെ ഡാഡിയെ എനിക്ക് നഷ്ടപ്പെടും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗീത പറയുകയാണ്, എൻ്റെ അവർണികെ, എന്നെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ബാംഗ്ലൂർക്ക് വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും നിനക്കറിയില്ലായിരിക്കാം ഒരു പക്ഷേ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പറയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ വെച്ചിട്ട് കിഷോറിൻ്റെ തനി നിറം മനസ്സിലായി. അവൻ എന്നെ ചതിക്കാനാണ് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കിയ ആ ഒരു നിമിഷത്തിൽ ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഒരു സമയം എനിക്ക് ഭ്രാന്ത് പിടിച്ച ആ ഒരു രീതിയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നും ഒരു രൂപവും ഇല്ലായിരുന്നു. അങ്ങനെ റോഡെ അലഞ്ഞ് നടക്കുകയായിരുന്നു ഞാനൊരു വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയതാണോ അതേ വണ്ടി എന്നെ വന്ന് തട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഒരു ദൈവദൂതയെ പോലെ ഒരാളുണ്ടായിരുന്നു എൻ്റെ മുന്നിലേക്ക്. സംഗീതത്തിൻ്റെ ലോകത്തിൽ ഞാൻ ഏറ്റവും ആരാധിച്ചിരുന്ന ആ അമ്മ, വിജയലക്ഷ്മി അമ്മ, അവരായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. എന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നതും ഇന്നത്തെ ഗീതാഞ്ജലിയാക്കി മാറ്റാൻ എൻ്റെ മനസ്സിന് പ്രചോദനം നൽകിയതുമൊക്കെ അവരായിരുന്നു. എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് തുല്യം ഞാൻ ചില്ലിട്ട് വെച്ചിരിക്കുന്ന ആ അമ്മയാണ് എന്നെ ഇന്നത്തെ ഗീതുവാക്കി മാറ്റാനായിട്ട് പ്രേരണ നൽകിയത്. അല്ലെങ്കിൽ ഞാനും തകർന്നടിഞ്ഞു പോയേനെ. അതുപോലെ നിൻ്റെ ജീവിതത്തിലും വരും ഒരാൾ,
അത് ആരായാലും ആ ആൾ നിനക്ക് ജീവിക്കാൻ നല്ലൊരു പ്രചോദനം തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. ആ ആൾ തരുന്ന ഊർജ്ജത്തിൽ നീ ജീവിക്കും. ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിയെല്ലാം നീ അതിജീവിക്കും അവർണികെ എന്നിങ്ങനെ ഗീതു പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവർണിക പറയാണ്, ശരിയാണ് ഗീതാഞ്ജലി പറയുന്നത് സത്യമാണ്. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യും. കിഷോറിനെതിരെ ഞാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ജീവിതത്തെ ഞാൻ ജീവിതം കൊണ്ട് തന്നെ തോൽപ്പിക്കും എന്ന് പറയാണ്. എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ഗീതാഞ്ജലി പറഞ്ഞില്ലേ ഒരാൾ വരുമെന്ന്, അത് മറ്റാരുമല്ല എൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും എന്നെ ജീവിക്കാനുള്ള പ്രേരണ എല്ലാം തരുന്നത്. എൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും എന്നെ ഇനി അങ്ങോട്ട് തുടർന്നുള്ള ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ അവർണിക. അതിനുശേഷം എന്ന് വെച്ചാൽ രാത്രിയിലാണ് നമ്മുടെ ഗോവിന്ദ് ലാപ്ടോപ്പും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ബെഡ്റൂമിലാണ് പുള്ളിക്കാരൻ ഇങ്ങനെ കണക്കുകളൊക്കെ കൂട്ടുകയും കഴിക്കുകയും ഒക്കെ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഗീതു ആണെങ്കിലോ കുളിയൊക്കെ കഴിഞ്ഞ് വരികയാണ്. പുള്ളിക്കാരത്തി തലമുടിയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വാർന്ന് വരികയാണ്. തലമുടിയിൽ നിന്ന് കുളിച്ചിട്ട് ശരിക്കും മുടിയൊന്നും തോർത്താതെ വരികയാണ്. വന്നതിന് ശേഷമാണ് പുള്ളിക്കാരത്തി മുടി തോർത്തുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, മുടിയൊക്കെ നന്നായിട്ട് മുടിയിൽ നിന്ന് വെള്ളമൊക്കെ വീഴുന്ന കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഗീതു മുടി തോർത്തുന്നതിൻ്റെ ഇടയിൽ ഗീതു ഇങ്ങനെ മുടി ഇങ്ങനെ കുടയുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ ഗോവിന്ദിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തെറിക്കുകയാണ്. പുള്ളിക്കാരന് ആകെ കുഴപ്പമാവുകയാണ്. ആ വെള്ളം വന്ന് വീണപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുകയാണ്, ആകെ കുഴപ്പമായല്ലോ, ഷാമ്പൂവിൻ്റെ മണവും സോപ്പിൻ്റെ മണവും രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇവളെന്നെ ഭ്രാന്ത് പിടിപ്പിക്കും എന്നൊക്കെ പുള്ളിക്കാരൻ പറയുകയാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഈ മണം ഇനി എങ്ങനെയാണ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. ആത്മനിയന്ത്രണം എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ ഇരുന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അതിനുശേഷം ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ നോക്കിയിട്ട് പറയണേ, എന്താ ഗീതു ഈ മുടി എന്താ നന്നായിട്ട് തുടയ്ക്കാത്തത്, ഇങ്ങനത്തെ ഞാൻ തോർത്തി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതുവിൻ്റെ തലമുടി ഗോവിന്ദ് തോർത്തി കൊടുക്കുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ആ മുടിയിൽ നിന്ന് വരുന്ന മണമൊക്കെ വലിച്ചേറ്റിയാണ് തോർത്തി കൊടുക്കുന്നത്. എന്തോ മണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു അത് കേൾക്കുന്നില്ല, അത് കാണുന്നുമില്ല. അങ്ങനെ ഗോവിന്ദ് മുടിയൊക്കെ തോർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം തോർത്തി കൊടുത്തതിന് ശേഷം ഗോവിന്ദ് അവിടെ ഇരിക്കുകയാണ്, ബെഡിൽ വന്നിരിക്കുകയാണ് ബാക്കി വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഗീതു പറയണം, കണ്ണേട്ടൻ എന്താ കുളിക്കുന്നില്ലേ, ഇത്രയും നേരമായില്ലേ, കണ്ണേട്ടൻ പോയി കുളിച്ചിട്ട് വാ, കിടക്കാനൊക്കെ സമയമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, ഇനി എന്തിനാ കുളിക്കുന്നത്, കുളിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗീതു പറയണം, കണ്ണിട്ട് വേഗം കുളിച്ചിട്ട് വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, എനിക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാനുണ്ട് ഗീതു, വർക്കൊക്കെ പിന്നെ ചെയ്യാൻ കണ്ണേട്ടാ എന്ന് പറയുകയാണ്. എന്നിട്ട് ആ തോർത്ത് ഗോവിന്ദിന് പൊക്കിയിട്ട് കൊടുക്കുകയാണ്. ഗോവിന്ദ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗീതു മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് കോതുകയാണ്. കണ്ണാടിയുടെ മുന്നിൽ പോയി മുടി ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ കോതുകയാണ്. പുള്ളിക്കാരൻ മാറി നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഗീതു കുളിച്ച തോർത്തൊക്കെ എടുത്ത് മൂക്കിൽ വെച്ച് ഇങ്ങനെ മണമൊക്കെ പിടിച്ച് ആ തോർത്ത് മുഖത്തൊക്കെ ഇട്ട് ഉരച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് പുള്ളിക്കാരൻ. എന്നിട്ട് ഗീതുവിനെ ഇങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ ഗീതു ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ മീൻ കാണുന്ന പൂച്ചക്കുഞ്ഞിൻ്റെ അവസ്ഥയിൽ നോക്കുകയാണ് പുള്ളിക്കാരൻ. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, എന്തായാലും പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ്. വാഷ്റൂമിൽ ചെല്ലുന്ന ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തൊരു മണം ഗീതുവിൻ്റെ അടുത്ത് നിന്നവർക്ക് കൺട്രോൾ പോകുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാനും കുളിച്ചിട്ട് നന്നായിട്ട് സോപ്പും ഷാമ്പും ഒക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗീതുവിനും ഇതുപോലെയൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഇന്ന് എന്നത്തെയും പോലെയല്ല, ഇന്ന് കുറേ സമയം എടുത്ത് ഞാനങ്ങ് കുളിച്ചിട്ടുണ്ടല്ലോ, തലയിലും മുഖത്തൊക്കെ ഷാമ്പും സോപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് തേക്കും. എന്തായാലും ഗീതുവിന് അതിൻ്റെ മണം ഇഷ്ടമായതുകൊണ്ടാണല്ലോ ഗീതു ഇത്രയും നന്നായിട്ട് തേച്ചിട്ട് വന്നത്. എന്തായാലും ഗീതുവിൻ്റെ മനസ്സ് ഇന്ന് ഇളകും. ആ ഒരു സമയത്തിന് ഞാൻ എൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്ന് പറയാം എന്നൊക്കെ ചിന്തിക്കുകയാണ് പുള്ളിക്കാരൻ. അതിനുശേഷം പുള്ളിക്കാരൻ കുറേ നേരത്തെ കുളി കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ എന്താ പറയുന്നത്, കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ ടവലെടുത്തിട്ട് തലതോർത്താൻ തുടങ്ങിയിട്ട് പുള്ളിക്കാരൻ ആലോചിക്കുകയാണ്, വേണ്ട
തല ഞാൻ തുടയ്ക്കണ്ട, ഗീതുവിനെ കൊണ്ട് തുടപ്പിക്കാം. അപ്പോഴായിരിക്കും ശരിക്കും ഈ തലമുടിയിൽ തേച്ച ആ ഷാമ്പൂവിൻ്റെയൊക്കെ മണം ഗീതുവിൻ്റെ മൂക്കിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറുന്നത്. അതുകൊണ്ട് മുടി ഗീതുവിനെ കൊണ്ട് തോർത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ യോഗ ചെയ്യുമ്പോഴിടുന്ന ഡ്രസ്സുണ്ടല്ലോ, ആ വൈറ്റ് ആൻഡ് വൈറ്റ്, അങ്ങനെ അത് ഇട്ടിട്ടാണ് ഇറങ്ങി വരുന്നത്. പുള്ളിക്കാരൻ്റെ ഡ്രസ്സൊക്കെ കുഴഞ്ഞിരിക്കുകയാണ്, ഈർപ്പം കൊണ്ടിട്ട് നനഞ്ഞിരിക്കുകയാണ്. തലയിൽ കൂടി ഇങ്ങനെ വെള്ളം വാർന്നു വരുന്നുണ്ട്. അങ്ങനെ ഗീതുവിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് വരികയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയാണ്, ഓ ഗീതുവിന് എന്തായാലും എന്നോട് പ്രണയം തോന്നും, ഈ മണം എന്തായാലും അവൾക്ക് സഹിക്കാൻ പറ്റില്ല, ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സ് തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. നോക്കുമ്പോൾ ഗീതു ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുകയാണ് ബെഡിൽ. അപ്പോൾ ഗോവിന്ദ് പറയണേ, ഗീതു ഒന്ന് എണീച്ച് വാ ഗീതു, എൻ്റെ മുടി തോർത്തിത്താ എന്ന് പറയാണ്. അപ്പോൾ ഇവളെന്താ എഴുന്നേക്കാത്തത്, വിളിച്ചത് കേട്ടില്ലേ? ഗീതു കേൾക്കുന്നില്ല. ഗീതു നല്ല പത്തുറക്കമായി ഗീതു. അങ്ങനെ ഒടുവിൽ ഗോവിന്ദ് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ ബെഡിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ എൻ്റെ കൈ പോയി, ഓ അയ്യോ എൻ്റെ ഷോൾഡർ പോയി, എൻ്റെ ഷോൾഡർ മിന്നി പിടിച്ചു, ഗീതു എൻ്റെ കൈ ഉളുക്കി, ഈ തലയൊന്ന് തോർത്തിത്താ ഗീതു, ഈ തലയൊന്ന് തോർത്തിത്താ. ഗീതു അറിയുന്നില്ല. അപ്പോൾ ഗീതുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് തട്ടി വിളിക്കുകയാണ്, ഗീതു എൻ്റെ കൈ വയ്യ, കൈ ഉളുക്കി, നീ തലയൊന്ന് തോർത്തി തന്നെ, എനിക്ക് പനി പിടിക്കും എന്നൊക്കെ പറയുന്നു. ഗീതു അറിയുന്നുണ്ടോ? ഗീതു പത്തുറക്കം ഉറങ്ങി. അങ്ങനെ ഒടുവിൽ ഗീതു നല്ല ഉറക്കത്തിലായി എന്ന് ഗോവിന്ദിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഗോവിന്ദ് അവിടെ ഇരുന്ന് സ്വന്തമായിട്ട് എന്നെ തല തോർത്തുകയാണ്. ഞാൻ തല തോർത്തിക്കളയാം, ഇത് തോർത്താതിരുന്നാലേ എനിക്ക് പനി വരും എന്ന് പറഞ്ഞിട്ട് തന്നെ തലയൊക്കെ തുടച്ചിട്ട് തോർത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എല്ലാം ഇന്ന് പറയാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഇന്ന് എൻ്റെ മനസ്സിലുള്ള എല്ലാം തുറന്ന് പറയാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവളെന്തൊരു ഉറക്കമായത്, ആവശ്യത്തിനല്ലെങ്കിൽ ഉപകരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പുള്ളിക്കാരൻ. അതിനുശേഷം പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഗീതുവിൻ്റെ അടുത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ബെഡിൽ ഇങ്ങനെ കൈ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗീതു തിരിഞ്ഞ് ഗോവിന്ദിൻ്റെ ഭാഗത്തേക്ക് നോക്കി കിടക്കുകയാണ്. എന്നിട്ട് ഉറക്കത്തിൽ ഗോവിന്ദിൻ്റെ കയ്യിൽ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ് ഗീതു. എന്നിട്ട് ചുറ്റും കയ്യിൽ മുറുക്കി പിടിക്കുകയാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് ഗീതു മഴ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ടാണ് ഗീതു മഴ എന്ന് പറയുന്നു. അപ്പോൾ ഗോവിന്ദ് പറയണം, മഴ, നിൻ്റെ ഒരു മഴ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഗീതു കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് കൈ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ഗീതു അങ്ങോട്ട് വലിക്കുകയാണ് ഉറക്കത്തിൽ. എൻ്റെ കൈ പിടിച്ച് വെച്ചിരിക്കുന്നോ, സാരമല്ല നീ കയ്യിൽ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കാൻ കൊടുത്തിട്ട് ഗോവിന്ദ് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ ഗീതുവിനെ നോക്കി കിടക്കുകയാണ്. ഗീതുവിൻ്റെ നെറുകയിലൊക്കെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ മാടി ഒതുക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു വിധത്തിൽ കൈ കിട്ടുന്നില്ല, ഗീതു മുറുക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദ് ഗീതുവിനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ, ഇങ്ങനെ കിടന്നാൽ കുഴപ്പമാവും, ഈ കിടത്ത ശരിയാവില്ല ഗീതു, എൻ്റെ കൈ താ ഗീതു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുകയാണ്. പക്ഷെ ഒരു രക്ഷയില്ല, ഗീതു കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ കുറച്ച് നേരം അങ്ങനെ കിടക്കുമ്പോൾ പറയാണ്, ഇത് കുഴപ്പമാണ്, ഇതിങ്ങനെ കിടന്നാൽ കുഴപ്പമാണ്, എൻ്റെ കൺട്രോൾ മൊത്തവും പോകണു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പതുക്കെ കയ്യങ്ങ് വലിച്ചങ്ങ് എടുക്കുകയാണ്. അതിനുശേഷം അങ്ങ് തിരിഞ്ഞിട്ട് പറയണം, ഇപ്പോഴാണ് ആശ്വാസമായത്. എന്നിട്ട് ഇങ്ങനെ ഗീതുവിനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഗോവിന്ദന് മനസ്സിൽ തോന്നുകയാണ്, ഒരു ഉമ്മ കൊടുത്താലോ ഗീതുവിന്. അപ്പോൾ പുള്ളി പറയണ, വേണ്ട, അഥവാ ഇവൾ ഉണർന്നാലോ, നാണക്കേടാവില്ലേ, എന്തായാലും ഇത്രയും വലിയ ഉറക്കത്തിൽ നിന്ന് അവൾ ഉണരാനൊന്നും പോവില്ല, എന്തായാലും ഒരെണ്ണം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ ചുണ്ടിൻ്റെ അടുത്തേക്ക് വരികയാണ് ഗോവിന്ദ്. വന്നതിന് ശേഷം, അയ്യേ വേണ്ട, ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും, എന്നാലും എനിക്കറിയാമല്ലോ ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന്. അപ്പോൾ നാളെ അവളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും, എനിക്ക് ആ ചമ്മൽ എന്തായാലും അന്നേരം വരും, അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും വേണ്ട, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം പുള്ളി പറയുകയാണ്, എന്തായാലും എൻ്റെ മനസ്സ് ഇന്നെങ്കിലും പറയാമെന്നൊക്കെ വിചാരിച്ച് കുളിച്ചിട്ട് വന്നപ്പോൾ അവൾ കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളത് തുറന്ന് പറയുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം പുള്ളി ഇങ്ങനെ ഗീതുവിനെ തന്നെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഗീതു ആണെങ്കിൽ ഇത് ഒന്നും അറിയുന്നില്ല. അങ്ങനെ ഗോവിന്ദ് ഗീതുവിനെ നോക്കി വെള്ളമിറക്കി ഇങ്ങനെ കിടക്കുകയാണ്. അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ അവർണിക, കിഷോർ, അവർ രണ്ടുപേരും രണ്ട് ബെഡിലാണ് കിടക്കുന്നത്. കിഷോർ അവരെ ബെഡ്റൂമിൽ തന്നെ സെറ്റ് ഇട്ടിട്ട് അതിനകത്താണ് കിഷോർ കിടക്കുന്നത്, അവർണികയാണ് ബെഡിൽ കിടക്കുന്നത്. അപ്പോൾ കിഷോർ നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ്. അവർണിക പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നിട്ട് നോക്കുകയാണ്. കുറേ ദിവസമായിട്ട് അവർണികയ്ക്ക് ശരിക്കും ഉറക്കമൊന്നുമില്ല. കിഷോറിനെ വാച്ച് ചെയ്യുകയാണ് പുള്ളിക്കാരൻ. എപ്പോഴെങ്കിലും ഉറങ്ങുമ്പോൾ കിഷോറിൻ്റെ ഫോണിൽ നിന്ന് രാധികാമ്മയ്ക്കെതിരെയുള്ള ആ ഒരു വീഡിയോ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ അവർണിക. അങ്ങനെ അവർണിക നോക്കുമ്പോഴത്തേക്കും നമ്മുടെ
നമ്മുടെ കിഷോർ നല്ല ഉറക്കം. അങ്ങനെ മെല്ലെ പൂച്ചക്കുട്ടിയെ പോലെ പമ്മി 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 വരികയാണ് നമ്മുടെ അവർണിക. വന്നതിന് ശേഷം നമ്മുടെ അവർണിക കിഷോറിനെ നോക്കുമ്പോഴത്തേക്ക് കിഷോറിൻ്റെ മൊബൈൽ താഴെ വീണ് കിടക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക ആ തക്കത്തിന് മൊബൈൽ എടുത്തതിന് ശേഷം നോക്കുമ്പോൾ ഫിംഗർ ലോക്ക് എടുക്കണം. അപ്പോൾ കിഷോർ ആണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യുന്നു. കിഷോറിൻ്റെ കൈകളാണെങ്കിൽ പുതപ്പിനുള്ളിലാണ്. എങ്ങനെ ഈ കൈകൾ പുതപ്പിനുള്ളിൽ നിന്ന് പുറത്തെടുക്കും? ഇങ്ങനെ അവർണിക ഓർക്കുകയാണ്. പെട്ടെന്ന് അവർണികയ്ക്ക് ഒരു സൂത്രം തോന്നുകയാണ്. അവർണിക ഒരു പൂ കുത്തി വെച്ചിരുന്ന ആ ഒരു ലീഫ് എടുക്കുകയാണ്. എന്നിട്ട് അതെടുത്തിട്ട് ഇങ്ങനെ മുഖത്തിങ്ങനെ സ്ക്രബ് ചെയ്യുകയാണ്, ഇങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കിഷോർ കണ്ണ് തുറക്കുന്നില്ല. പുള്ളിക്കാരൻ കൈ പുതപ്പിന്ന് എടുത്തിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പുള്ളിക്കാരൻ കൈ അകത്ത് വയ്ക്കുന്നില്ല. ആ ഒരു തക്കത്തിന് നമ്മുടെ അവർണിക വിരൽ എടുത്തിട്ട് ഇങ്ങനെ ഫിംഗർ ലോക്ക് എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അവർണിക എന്ത് ചെയ്തെന്നോ മാറിപ്പോയി ഒരു ഭാഗത്ത് പോയി ഒരു ഒളിഞ്ഞു മറഞ്ഞു നിന്നിട്ട് ഫോണിൽ നിന്ന് ആ ഒരു വീഡിയോ എടുത്തിട്ട് കേൾക്കുകയാണ്. നമ്മുടെ രാധികാമ്മയുടെ ആ ഒരു വോയിസ് കേൾക്കുകയാണ്, ആ ഒരു വീഡിയോ കാണുകയാണ്. അതിനുശേഷം അവർണിക മനസ്സിൽ വിചാരിക്കുകയാണ്, എന്തായാലും ഇതിപ്പോൾ ഈ രാത്രി ഗീതാഞ്ജലിക്ക് ഇടണ്ട, ഇത് എൻ്റെ ഫോണിൽ സെൻഡ് ചെയ്യാം, അതിനുശേഷം എൻ്റെ ഫോണിൽ നിന്ന് ഗീതാഞ്ജലിക്ക് ഇത് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അത് അവർണികയുടെ ഫോണിലേക്ക് അവർണിക ഇടുകയാണ്. അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ കിഷോറിൻ്റെ ഫോണ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ കിഷോർ ഇത് ഒന്നും അറിയുന്നില്ല. അവർണിക ഈ കാണിച്ചതൊന്നും നമ്മുടെ അറിയുന്നില്ല, നമ്മുടെ കിഷോർ അറിയുന്നില്ല. അതിനുശേഷം എന്ന് വെച്ചാൽ രാവിലെ നമ്മുടെ അവർണിക നമ്മുടെ ഗീതുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഗീതു ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് അവർണിക പറയുകയാണ്, ഗീതാഞ്ജലി എനിക്കൊന്ന് നേരിട്ട് കാണണം എന്ന് പറയുമ്പോൾ, അയ്യോ അവർണിക, ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണല്ലോ, ഇന്ന് നമുക്ക് കാണാൻ പറ്റില്ല, എന്താ കാര്യം, നീ ഫോണിലൂടെ പറ എന്നിങ്ങനെ പറയുമ്പോൾ, എനിക്ക് ഇത് ഫോണിലൂടെ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ ഗീതാഞ്ജലിയോട് ഒരു കാര്യം പറയാം. ഗീതാഞ്ജലി ഒരിക്കൽ എന്നോട് ഒരു ക്ലിപ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, മൊബൈൽ ക്ലിപ്പിൻ്റെ കാര്യം. അതായത് കിഷോർ അടിച്ചു മാറ്റിയ ഗീതാഞ്ജലിയുടെ ഒരു വീഡിയോ ക്ലിപ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഇന്നലെ കിഷോറിൻ്റെ ഫോണിൽ നിന്ന് പൊക്കി, അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഗീതാഞ്ജലിക്ക് നേരിട്ട് തരാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് നമ്മുടെ ഗീതുവിന്. അപ്പോൾ ഗീതു പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് അവർണിക, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയാണ്, ഗീതാഞ്ജലി എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ രാധികാമ്മയ്ക്കുണ്ടല്ലോ, അവർക്കുള്ള കൊട്ട് ഞാൻ നേരത്തെ ഓങ്ങി വെച്ചതാണ്. ഞാനും ഗീതാഞ്ജലിയും കൂടി ചേർന്ന് എത്ര കഷ്ടപ്പെട്ടാണ് അന്ന് ആ ഒരു കിഷോറിനെയും അവരെയൊക്കെ കൊടുക്കാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചത്. എന്നിട്ട് സമയത്ത് അവർ കളത്തിലിറങ്ങി ഗോവിന്ദ് സാറിൻ്റെ മനസ്സിൽ നല്ല പിള്ളയായിട്ട് നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ അവർ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഗോവിന്ദ് സാറിൻ്റെ മുന്നിൽ നമ്മളൊരു വിലയില്ലാതാവുകയും ചെയ്തു, അവരങ്ങ് രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് തൊട്ടേ ഞാൻ ഓങ്ങി വെച്ചിരിക്കുന്നതാണ്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരെണ്ണം നെറുകന്തലിക്കയിൽ തന്നെ ഇവരെ ആണി അടിക്കണമെന്ന് ഞാൻ അന്നേ ചിന്തിച്ചതാണ്. എന്തായാലും ഇപ്പോൾ അതിനുള്ളൊരവസരം വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ഗീതു പറയണേ, നീ ഒരു കാര്യം ചെയ്യുക പറഞ്ഞേ, ആ വീഡിയോ നീ തൽക്കാലം ഇപ്പോൾ എൻ്റെ ഫോണിലേക്ക് അയക്ക്, അതിനുശേഷം അതെടുത്ത് നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം, അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും പുറത്ത് എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവർണിക പറയുകയാണ്, അത് ശരിയാണ് ഗീതാഞ്ജലി, പുറത്ത് വെച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം വീട്ടിനകത്ത് വെച്ചിട്ട് അത് പറ്റില്ല, കാരണം അവിടെ വന്നിട്ട് രാധികാമ്മയുടെ കാര്യം വല്ലതും സംസാരിക്കുമ്പോൾ അവർ വല്ലതും അറിയാനൊക്കെ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മുടെ പണി പാളിപ്പോവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് കാണാമെന്ന് പറയുകയാണ്. അങ്ങനെ ഗീതവും അവർണികയോട് പറയുകയാണ്, നമുക്ക് പുറത്ത് വെച്ച് തന്നെ കാണാം, സമാധാനമായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ നമ്മുടെ ഗീതു ഭയങ്കര ഹാപ്പി ആവുകയാണ്. രാധികാമ്മയ്ക്കെതിരെയുള്ള തെളിവുകളാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അവർണിക പറയുന്നുണ്ട് നമ്മുടെ ഗീതുവിനോട്, സുവർണയ്ക്കും വരുണിനും എതിരായിട്ടുള്ള തെളിവുകളൊന്നും ഇപ്പോൾ എൻ്റെ കൈവശത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതവൻ്റെ ലാപ്ടോപ്പിലാണ്, അത് എവിടെയാണ്, ഏത് പേരിലാണ്, എങ്ങനെയാണ് സെൻഡ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇത് അവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് മൊബൈലിലോട്ട് ആക്കിയത് കൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അവർണികയോട് ഭയങ്കര താങ്ക്സ് ഒക്കെ പറയുകയാണ് നമ്മുടെ ഗീതു. അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുമല്ല, കാണാൻ ഭയങ്കര രസമായിരുന്നെന്ന് പറഞ്ഞാൽ ഒരു 1.5 വീഡിയോ ആയിരുന്നു ഇന്നത്തെ ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ എപ്പിസോഡ്. ഗോവിന്ദ് പൊളിയായിരുന്നു. ഒരുപാട് നാൾ ആയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഗോവിന്ദിനെ ഇങ്ങനെ ഒരു മൂഡിൽ കാണാനായിട്ട്. പക്ഷെ സൂപ്പറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്താ, ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് തരണേ, മറക്കല്ലേ.
അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. കമൻറ്റും വരുന്നില്ല, ലൈക്കും ഇല്ല, ഒന്നുമില്ല. സബ്സ്ക്രൈബർ വരുന്നുണ്ട് അത്യാവശ്യം. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി എന്താ, മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.